ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. ഞങ്ങളും അൽഹംദുലില്ലാ ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് കേട്ടോ. കാരണം അനിയൻ തിരിച്ചു പോവാണ്. ഓൻ വന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൻ തിരിച്ചു പോവാണ്. അതിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിക്കുന്നുട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ അമ്മ അടുക്കളയിൽ ഭയങ്കര കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്നിപ്പം അനീസ്ക്കുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം അമ്മ പെട്ടെന്ന് തന്നെ നേരത്തെ എണീറ്റിട്ട് ഒക്കെ റെഡിയാക്കാണ്. അനീസ്ക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഷോപ്പിലെത്തണം. അപ്പം നമ്മളിവിടുന്ന് ഷോപ്പിലേക്ക് കുറച്ചുണ്ട് കേട്ടോ, ഒരു അരമണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണമല്ലോ എന്ന് വെച്ചിട്ട് അമ്മൊക്കെ വേഗം തന്നെ റെഡിയാക്കാണ്. ഇന്ന് പത്തിരിയും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഉള്ളത്. ഈ മുട്ടക്കറീൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിരിക്കുന്നത് തോന്നുന്നത്. ഇതിങ്ങനെ പുഴുങ്ങിയിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്, അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ സാധാരണ നൈസ് പത്തിരിയും. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ മുട്ടക്കറി പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറിയും റെഡി ആക്കിയിരിക്കുന്നു കേട്ടോ. ചിലപ്പം അനിയൻക്കൊന്നും മുട്ടക്കറി പറ്റില്ല, അപ്പോൾ അവനക്കൊക്കെ വേണ്ടിയിട്ട് ചിക്കൻ കറി ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചായയൊക്കെ ഒഴിച്ച് റെഡിയാക്കാണ്. ഞാൻ നീച്ച് വന്നാൽ ഇങ്ങനത്തെ പണിയൊക്കെ ഞാൻ ചെയ്യുക. ഇങ്ങനെ ചായ ആക്കൽ, അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യും. അതുപോലെ ടേബിളിലേക്ക് എടുത്ത് വെക്കൽ, അതൊക്കെ എൻ്റെ പണിയാണ് കേട്ടോ. പിന്നെ മോന് ഇന്ന് നേരത്തെ എണീറ്റുണ്ട് കേട്ടോ. അപ്പോൾ മോൻ അനിയന്മാരെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പം അനീസ്കൻ്റെ കൂടെ ഇരുന്നിട്ട് വേഗം തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നാൽ പിന്നെ എൻ്റെ ചായ കുടിക്കൽ പരിപാടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മോനെ നോക്കാമല്ലോ. അങ്ങനെ ഇതാ മുട്ടക്കറിയും പത്തിരിയും കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പം ഡയറ്റും വർക്കൗട്ടും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ പേരായിട്ട് പറയുന്നുണ്ടേനോ വെറുതെ വർക്കൗട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, മോനെ പാലുടിക്കുന്നതുകൊണ്ട് വേഗം തന്നെ മെലിയൊന്ന്. പക്ഷേ എന്തോ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാനൊക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് റിസൾട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിലൂടെ ഷെയർ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെ ഇതപ്പം അനീസ്ക പോയിട്ടുണ്ട്. അപ്പം മോന് അനിയൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിൽ ഓനിങ്ങനെ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഇവൻ്റെ എക്സ്പ്രഷൻ മാറി മാറി വരുന്നുണ്ട്. പിന്നെ ഞാൻ മോനെ കുളിപ്പിച്ച് മാറ്റി ഒക്കെ റെഡിയാക്കിയിട്ട് ക്രീമൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി കിടത്തിക്കുന്നു കേട്ടോ. ഇനിയിപ്പം ഇവനെ ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം വെറുതെ റോക്കറിലൊന്നും ഇങ്ങനെ ഇരുത്തിയിട്ട് ആട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇതിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പക്ഷേ ആരെങ്കിലും കൂടെ വേണം, എന്നാൽ മാത്രമേ ഓനിങ്ങനെ ഒച്ചിമ്മിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മടുക്കും. ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കരയാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ. അപ്പം ഇതിലിരുത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിട്ട് പിന്നെ ഉറക്കാമെന്ന് വിചാരിച്ച്. ഇവനാകെ 1 മണിക്കൂറിൻ്റെ അടുത്തേ ഉറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനെൻ്റെ കുളിയും മാറ്റലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. കാരണം അനിയൻ പോവല്ലേ. അപ്പം ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് ആക്കുകയാണ്. കോഴിക്കോടുള്ള സംസം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോണത്. നമുക്കെല്ലാവർക്കും അവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പം ഞങ്ങൾ പോണത് രാമനാട്ടിലേക്കാണ്, അനീസ്കൻ്റെ ജ്വല്ലറിയിലേക്ക്. അവിടെ പോയി അനീസ്കനെ പിക്ക് ചെയ്തിട്ട് വേണം എല്ലാവരും കൂടെ നേരെ കോഴിക്കോടേക്ക് പോകും. അപ്പോൾ ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി കഴിഞ്ഞു. അതായത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ദിവസം. ഞങ്ങളെ നിക്കാവും കല്യാണവും വേറെ വേറെ പരിപാടിയായിട്ടായിരുന്നു കേട്ടോ നടത്തിയിട്ടുണ്ടായത്. 2016 നിക്കാഹ് കഴിഞ്ഞ് 2017 കല്യാണം. കല്യാണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് അനീസ്കൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു ചടങ്ങുണ്ടല്ലോ, അത് 2017 കേട്ടോ ഉണ്ടായത്. അതുവരെ ഞാൻ അനീസ്കൻ്റെ വീട്ടിൽ പോയിട്ടില്ലേനി. അപ്പം അതിൻ്റെ ആനിവേഴ്സറിയാണ് കേട്ടോ ഇന്ന്. അപ്പം ഓർത്തപ്പം ഓക്കെ, എന്നാൽ പിന്നെ ഇന്ന് അതിൻ്റെയും കൂടെ സ്പെഷ്യലായിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങുന്നതാണ്. അപ്പോൾ ദാ സംസമിൽ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഓരോരുത്തർ ഇങ്ങനെ സംസാരിച്ചപ്പം ഒരു പറഞ്ഞു ഇവിടെ മജ്ലിസ് ഉണ്ടെന്ന്. അപ്പം അതന്ന് ഓക്യുപ്പൈഡും അല്ലേനോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, നമുക്കിങ്ങനെ വിശാലമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അത്രയും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. പിന്നെ മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു മജ്ലിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുഡ് ഓരോന്നോരോന്നായിട്ട് എത്തുന്നുണ്ട്. അത് ഹണി അൽഫാമാണ്, ഹണി ചില്ലി അൽഫാം. പിന്നെ ഇതൊരു പ്ലാറ്ററാണ്. ഇതിൽ ബീഫുണ്ട്, കൂന്തലുണ്ട്, ചിക്കൻ ഉണ്ട്, ചിക്കൻ ടിക്ക ഉണ്ട്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് വേറൊരു പ്ലാറ്ററാണ്, ചൈനീസ് പ്ലാറ്റർ. അതിൽ ഡ്രാഗൺ ചിക്കൻ ഉണ്ട്, പിന്നെ ഹണി ചില്ലി ആ ഒരു ടേസ്റ്റ് ഉള്ളതുണ്ട്, പെപ്പറിൻ്റെ ടേസ്റ്റ് ഉള്ളതുണ്ട്. അങ്ങനെ 3 എണ്ണം മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതൊരു മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ സംസമിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇപ്പോൾ ഈ കൊണ്ടുവന്ന് വെക്കുന്നത് ഒരു താലിയാണ്. അതിൽ നോൺ വെജും ഉണ്ട് വെജും ഉണ്ട്. അങ്ങനെ ചൈനീസ് ഐറ്റംസ് ഒക്കെ കൂടെ കൂടിയിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പ്ലാറ്റർ ഉണ്ടല്ലോ, അതിലുള്ള ഐറ്റംസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ടേനി. പിന്നെ സ്വീറ്റ് കോൺ സൂപ്പാണിത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു താലിയിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ. സൂപ്പുണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ നൂഡിൽസ് ഉണ്ട്,
പിന്നെ പനീർ ബട്ടർ മസാല, ചപ്പാത്തി, ദാല്, അങ്ങനെ കുറേ ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു താലി പോലത്തെ സംഭവമാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞ പോലെ അതിൽ വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. അപ്പം അതിന് ഒരു ചാർജ് ചെയ്യുന്നത് അറൗണ്ട് 150 റുപ്പീസാണ് തോന്നുന്നുണ്ട്. ആ ഒരു 150 രൂപക്ക് വേർത്തായിട്ട് തോന്നിട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാടുണ്ടാവുമല്ലോ ഒരു പോർഷൻ വാങ്ങിക്കുന്ന സമയത്ത്. അപ്പം നമുക്ക് അത് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഇതാവുമ്പോൾ ആ പ്രശ്നമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ചായിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ടേസ്റ്റ് നോക്കാനും പറ്റും. അതിൽ ഗോബി മഞ്ചൂരിയനും പിന്നെ ചിക്കൻ്റെ ഒരു ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കൻ പോലത്തതൊക്കെ ഉണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാതും അടിപൊളിയാണ്. നമ്മൾ സംസം പ്രിഫർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ യൂസ് ചെയ്യണില്ല. ഈ അജിനോമോട്ടോ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ അതൊന്നും ഇവർ ഫുഡിൽ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സാധാ പോലെ തന്നെയാണ് ഉണ്ടാവല്. നല്ല ലൈറ്റായിട്ടാണ് ഉണ്ടാവുക. പിന്നെ 3 ടൈപ്പ് മൊയ്റ്റോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പാഷൻ ഫ്രൂട്ടാണ്, പിന്നെ ബ്ലൂ കളറിലുള്ളത്, പിന്നെ ഒരെണ്ണം വാട്ടർമെലുണ്ട്. അങ്ങനെ 3 നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടുത്തെ മെനുവിൽ കുറേ ഐറ്റംസ് പുതിയതായിട്ട് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. അതിലൊന്നാണ് ഈ കുനാഫ. അപ്പം കുനാഫ നമ്മൾ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്രീം ചീസാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ഒരു കുനാഫ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല എന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ബട്ടറിൻ്റെ ടേസ്റ്റും പിന്നെ ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ വന്നിട്ട് സൂപ്പർ ആയിരുന്നു. അത് പോയ വഴി അറിഞ്ഞില്ല. ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു പീസ് മുറിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുനാഫ നോക്കിയപ്പം അത് കാലിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയാണ്. പിന്നെ ഞാൻ നോയിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ഡയപ്പറൊക്കെ മാറ്റി ഓനൊന്ന് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സെബിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. പെട്ടി കാര്യങ്ങൾ ആ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വ്ളോഗ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്കാണ് പോയിട്ടുണ്ടായത്. അപ്പം അവിടുന്ന് ഈ ക്യാമറയും പിടിച്ച് നടക്കണുണ്ടല്ലോ എല്ലാവരും നോക്കും. അതുകൊണ്ട് പിന്നെ ഞാനതൊന്നും വ്ളോഗ് ചെയ്യാൻ നിന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലേഡീസ് പ്ലാനറ്റിലെ റംഷി വിളിച്ചത് കേട്ടോ. റംഷി ഇങ്ങനെ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിൽ നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെയിൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ യൂസേജ് എങ്ങനെയെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണർ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓര് നമുക്ക് വന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഓരെത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു സംഭവമൊക്കെയാണ് കേട്ടോ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. ഇത് പുറത്തുള്ള നമ്മളെ ഗേറ്റിൻ്റെ അവിടെയുള്ള മതിൽമലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തതേനു കേട്ടോ. പക്ഷെ അതിലിപ്പോൾ ഫുള്ളിങ്ങനെ പായലും പൂപ്പലൊക്കെ വന്ന് കിടക്കേനു. അപ്പം അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ EarthMusk എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് യൂസ് ചെയ്യണത്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്തപ്പോൾ തന്നെ നമുക്ക് റിയാക്ഷൻ കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ അതിങ്ങനെ എന്താ പറയുക ആ ഒരു പച്ച കളറുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ടേനു. പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ മതി. നമ്മളത് ഓവറായിട്ട് സ്ക്രബ് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ തന്നെ മതി. ഇതിലങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇവർ യൂസ് ചെയ്തിട്ടില്ല. സർട്ടിഫൈഡ് പ്രൊഡക്റ്റാണ് കേട്ടോ. ISO സർട്ടിഫൈഡ് ആണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനെ ഹാർഡായിട്ടുള്ള സ്റ്റെയിൻസ് ഉള്ളിടത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പെയിൻറ്റ് ഇളകി പോരുന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. പെയിൻറ്റിനൊന്നും ഒന്നും പറ്റുന്നില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഫസ്റ്റത്തെ ലുക്ക് നിങ്ങൾ കണ്ടതാണല്ലോ. നല്ലോണം പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഒരാ റിയാക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടേക്ക് അത് സ്പ്രേ ചെയ്തിട്ടൊന്നിങ്ങനെ വെച്ചതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അതിങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ചളിയിൽ മാത്രമേ ഈ ബബിൾസ് വരുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പ്ലെയിനായിട്ടൊരു സ്ഥലത്ത് അടിച്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരില്ല. ആ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ റിയാക്ഷൻ സംഭവിക്കുകയാണെന്ന്. പിന്നെ ഗേറ്റിൻ്റെ സൈഡിലും ഒക്കെ ഉണ്ടായിന് കേട്ടോ ഈ ഒരു പച്ച കളറ്. അത് ഈ മഴ പെയ്യുന്ന ആ സമയത്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇവർ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. ഇത് നമുക്ക് ഇൻ്റർലോക്കിൽ യൂസ് ചെയ്യാം. പിന്നെ ബാത്റൂം ടൈലിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബാത്റൂം ക്ലീൻ ചെയ്യാൻ ടോയ്ലറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ ഇത് നമുക്ക് യൂസ് ആക്കാം. പിന്നെ മിക്സിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചളി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അത് ക്ലീൻ ആക്കാം. അങ്ങനെ ഒരുപാട് പേർപ്പസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇവർ 2 പ്രൊഡക്റ്റാണ് കേട്ടോ കാണിച്ചു തരുന്നത്. ഒന്ന് EarthMusk എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒന്ന് HSR എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഇത് രണ്ടും നമ്മളെ നാട്ടിൽ എവിടെ കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺടാക്ട് നമ്പർ ഇവിടെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജില്ലയിൽ എവിടെ കിട്ടുക എന്നുള്ളത് വേഗം തന്നെ മനസ്സിലാവാനായിട്ട് പറ്റും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഭയങ്കര വില ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. 500 ml 150 രൂപ ആകുള്ളൂ കേട്ടോ. അപ്പം അതൊരു ലാഭമാണ്. കാരണം 500 ml നമുക്ക് കുറേ കാലത്തിന് യൂസ് ചെയ്യാനുണ്ടാവും. അടിപൊളി പ്രൊഡക്റ്റുമാണ്. അങ്ങനെ പുറത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതാ അകത്തേക്ക് കയറിയിട്ടുണ്ട്.
ഇവിടെ നമ്മൾ മേലുള്ള ബാൽക്കണി അങ്ങനെ യൂസ് ആക്കലില്ല, കാരണം റോഡിൽ നിന്ന് നല്ലോണം കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അവിടെ പോയിരിക്കലൊന്നുമില്ല കേട്ടോ. അപ്പം അവിടുത്തെ ആ ഒരു ഹാൻഡ് റെയിലൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നല്ലോണം ഈ കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു റെഡ് കളർ റസ്റ്റ് പോലത്തെ കളർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഇനി അടുത്തതായിട്ട് ക്ലീൻ ആക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ സംഭവം ഫുള്ള് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഈ എർത്ത് മാസ്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പൈപ്പമ്മലുള്ള കറ അങ്ങനത്തതൊക്കെ ഇതുകൊണ്ട് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ. ഇവരുടെ കമ്പനി ശരിക്കും ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഡീലർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഒക്കെ ഇവർ ക്ഷണിക്കുന്നുണ്ട്. ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, അതിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയിപ്പം ഹൗസ് വൈഫ് ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ എന്താ പറയുക, ഹോം സെയിൽസ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റിയും അവൈലബിൾ ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മലയാളിയാണ് കേട്ടോ ഈ നമ്പർ എടുക്കുക. ഇനിയിപ്പം ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം അല്ല. മലയാളി ആയിട്ടുള്ള സ്റ്റാഫിനെ ഇവർ ഇതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ഇതാ ഇതുപോലത്തെ ഈ സംഭവത്തിൻ്റെ ഇടയിലൊക്കെ നല്ലോണം കറ പിടിച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഇവർ ക്ലീൻ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഗ്ലാസ്സിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി, ക്ലീനായിട്ട് കിട്ടും. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ അധികം യൂസ് ചെയ്യാത്തൊരു ബാത്റൂമാണ്, ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. പക്ഷെ അത് ആരും യൂസ് ചെയ്യലില്ല, കാരണം ആകെ കുറച്ച് പേരല്ലോ വീട്ടിലുള്ളൂ. അപ്പം താഴത്തെ ബാത്റൂംസ് തന്നെയാണ് യൂസ് ചെയ്യൽ. ഇത് മേലുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതും ഇങ്ങനെ പൂട്ടിയിട്ടതുകൊണ്ട് കുറച്ച് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒന്ന് ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു ഇവർ. ക്ലീൻ ആക്കിയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫാനിൻ്റെ ഇടയിലൊക്കെ നല്ലോണം അഴുക്കുണ്ടായിട്ടാ. അപ്പം ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്യാണ് ആദ്യം ചെയ്യണത്. സ്പ്രേ ചെയ്തതിന് ശേഷം അധിക സമയമൊന്നും അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അത് വൈപ്പ് ചെയ്ത് കളയുമ്പം അതിൽ നിന്നുള്ള ചളി കംപ്ലീറ്റ് പോരുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഈ ഒരു എർത്ത് മാസ്ക് എന്ന് പറയുന്നത് ഒരു മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡാണ്. അതിലിങ്ങനെ സ്റ്റിക്കി സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്ത് മാസ്കാണ് യൂസ് ചെയ്യുക. പിന്നെ EarthHSR എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് ഹാർഡ് സ്റ്റെയിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പം ഈ ഹാർഡ് വാട്ടർ കാരണം വരുന്ന സ്റ്റെയിൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിക്വിഡ് ഉപകാരപ്പെടും. പിന്നെ ഉപ്പുവെള്ളം കാരണം പൈപ്പിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറ വരുമല്ലോ, അതൊക്കെ പോകും കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഇവർ ബാത്റൂമിൻ്റെ ടൈല് ഇത് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ആക്കുന്നത്. കണ്ടില്ലേ, നല്ലോണം ചളി ഇളകി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ബാത്റൂം കഴുകുമ്പം ബ്രഷൊക്കെ വെച്ചിട്ട് നല്ലോണം അമർത്തി ഉരക്കിയൊക്കെ വേണ്ടേ. ലിക്വിഡ് ഇട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ഇങ്ങനെ അമർത്തി ഉരക്കേണ്ടൊക്കെ വരുമല്ലോ. ഇതിന് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് ക്ലീൻ ആക്കിയത്. ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ക്ലീനായിട്ട് കിട്ടീനു. ക്ലോസറ്റും ഒക്കെ അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇവർ ക്ലീൻ ആക്കിയത്. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവരും അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ള ആൾക്കാരേനു. ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടേന്, ഇതിൻ്റെ ഓരോരോ ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ടേനു കേട്ടോ. പിന്നെ എല്ലാ സർഫേസിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഫ്രിഡ്ജ് തുടയ്ക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അതിൻ്റെ ഇടയ്ക്ക് സെബി പോയിട്ട് വല്യമ്മനെ കൂട്ടിയിട്ട് വന്നേനു കേട്ടോ. ഒന്നാളെ പോവല്ലേ, അപ്പം ഇന്ന് വല്യമ്മൻ്റെ കൂടെ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മൻ്റെ വീടും ഞങ്ങളുടെ വീടും അടുത്തന്നാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം ദാ വല്യമ്മ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വർക്ക് ഏരിയയിലെ സ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നമ്മൾ സ്വിച്ച് ഇടുമ്പം അറിയാമല്ലോ, എന്തായാലും ഇങ്ങനെ ചളിയുള്ള ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഒരു ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്തപ്പോഴത്തേനും അവിടുത്തെ കറകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് വിറകടുപ്പും വരുന്നത്. അപ്പം വിറകിൻ്റെ ഇതാണോ എന്താണെന്ന് അറിയില്ല, ആ ഒരു മേൽഭാഗത്തൊക്കെ നല്ലോണം കറ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് പെയിൻ്റ് അടിക്കണമെന്ന് വിചാരിച്ച് നിന്നതേനി, പക്ഷേ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇവരിതാ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അതൊന്നിങ്ങനെ സ്പ്രേ ചെയ്തപ്പോൾ തന്നെ അതുമെന്നുള്ളത് ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടേനെ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചത് ഇത് പോവില്ല, അങ്ങനെ ചളി കെട്ടിക്കിടക്കുന്നതായിരുന്നു എന്നാണ്. പക്ഷേ ഇതാ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നല്ലോണം ക്ലീൻ ആയിട്ടോ, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇവർക്ക് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുറച്ച് ഭാഗം മാത്രം നമുക്കിങ്ങനെ കാണിച്ചു തരാണ്, ഒരു ഡെമോ പോലെ ഇങ്ങനെ കാണിച്ചു തരാണ്. ഇനിയിപ്പം വേറെയും കുറേ സ്ഥലങ്ങളുണ്ട് ഇത് വെച്ചിട്ട് ക്ലീൻ ആക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പം അതൊക്കെ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കണേ. കണ്ടില്ലേ, ഇങ്ങനെ നല്ലോണം ആയി വരുന്നുണ്ട്, ചളി നല്ലോണം ഇളകുന്നുണ്ടേനു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇവരുടെ പ്രൊഡക്ട്സ്. ഒരെണ്ണം എർത്ത് മസ്കും മറ്റേത് EarthHSRഉം. ഇതുമേൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വില കാണാമല്ലോ. 500 ml 150 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പം ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു തന്നിട്ടുള്ളതേനു കേട്ടോ. പിന്നെ ഒരു പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു.
പിന്നെ വല്യമ്മ വരുമ്പം കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ അതിരുന്നിട്ട് കഴിക്കുകയാണ്. പിന്നെ സെബി നോയിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. അവനക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഒരു വിഷമം ഉണ്ടാവുമല്ലോ പോണ സമയത്ത്. കാരണം കുട്ടി ഇപ്പം ഈ കളിക്കുന്ന പ്രായമായതുകൊണ്ട് ഭയങ്കര രസമാണ് അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അവനക്ക് അതൊക്കെ ഇനി മിസ് ചെയ്യുമല്ലോ എന്നുള്ള നല്ലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ സെബിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ എൻ്റെ അമ്മായി കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പം കോഴിയുടെയാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഇതേപോലെ തന്നെ അമ്മായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ എടുത്ത് വെക്കുക എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കൂരം വറുത്തത് എന്ന് പറയും, അരിയൊക്കെ കൂടെ പൊടിച്ചിട്ടുള്ള ആ ഒരു സംഭവം. പലയിടത്തും പല പേരാണ് ഇതിനുണ്ടാവുക. അപ്പം അതും കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരമായപ്പം ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ടേനു. അപ്പം ആരിഫ് വന്നിട്ടുണ്ട്, സെബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കോഴിയുടെ തുറന്നിട്ടുണ്ട്, ആ ഒരു പാക്ക് തുറന്നേനു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നെടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ മസാല ഭയങ്കരമായിട്ട് നെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ കേട് വരില്ല, സാധനം ഒന്നും കേട് വരില്ല. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഓര് പറയുന്നത്. നമ്മളിവിടെ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കൽ, എന്നിട്ട് പിന്നെ ചൂടാക്കിയിട്ട് കഴിക്കുക ചെയ്യൽ. വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുറച്ച് കിച്ചടി പരിപ്പ് ഉണ്ടാക്കിയാണ് കേട്ടോ. എനിക്കും വല്യമ്മക്കും ഒക്കെ നല്ല ഇഷ്ടമാണിത്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കഴിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഏതൊരു വ്ളോഗിലായിട്ട് ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ ഇതാ അമ്മൻ്റെ താത്ത, ഹസ്ബൻഡ്, പിന്നെ എൻ്റെ കാക്കാക്ക, അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവർക്കിങ്ങനെ ചായ വെച്ചിട്ട് സെബി കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനീസ്ക്കും വന്നിട്ടുണ്ട്. എൻ്റെ കസിനൊക്കെ പോവാണ് കേട്ടോ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ സെബി രാവിലെയാണ് ഇറങ്ങുന്നത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഓൻ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നേരത്ത് അധികം ആൾക്കാർക്കും വരാൻ പറ്റില്ലല്ലോ, നമ്മൾ അടുത്തുള്ളവർ വരാമെന്നല്ലാതെ. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഈ ഒരു സമയത്ത് തന്നെ വന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോദ നല്ല ചിരിങ്കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അപ്പം ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് പിന്നെ വല്യമ്മള്ളതുകൊണ്ട് ഒക്കെ മീൻ ഐറ്റംസ് ആണ് കേട്ടോ. വല്യമ്മക്ക് മീനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പം പലതരത്തിലുള്ള മീനുകളുണ്ട്. പിന്നെ പൂളുണ്ട്, അതുപോലെ പൊറാട്ട, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് കേട്ടോ ഇന്ന് ഡിന്നറിനായിട്ട് ഉണ്ടായിരുന്നത്. ഇനി അതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് പെട്ടി കെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. സെബി ഇപ്പം ദുബൈയിലേക്കാണ് പോണത്. ഓൻ ആദ്യം ഇപ്പൻ്റെ കൂടെയാണ് കേട്ടോ, റിയാദിലേനോ. രണ്ടുപേരും ഒരു കമ്പനിയിലേനോ വർക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേനോ ഓനക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഓന് ദുബൈയിലേക്കാണ് ഇപ്പോൾ പോണത്. അതുകൊണ്ട് തന്നെ ഓനക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. മറ്റ് റിയാദിലേക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആവശ്യമുള്ളതും ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുറേ ഉണ്ടാവും. ഇതിപ്പം ഓനാ ജസ്റ്റ് ഒരു പെട്ടിയും പിന്നെ ഒരു ബാഗും മാത്രമുള്ളൂ കേട്ടോ. പിന്നെ രാത്രി ആയപ്പം ഇപ്പോൾ വിളിച്ചേന്. അപ്പോൾ നോ ഇങ്ങനെ വീഡിയോ കോളിൽ ഇപ്പനെ കാണുമ്പം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഓരോരോ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. അത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവൻ്റെ കളികൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിക്കാനും എനിക്ക് താല്പര്യമില്ലേനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ ആണ് കേട്ടോ. അപ്പം ഞമ്മക്കായാലും അങ്ങനെയല്ലേ, ആ ഒരു നേരത്തെ എണീറ്റിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതും ചായയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം നോയിനെ അവനെ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടതാണ്. ഇവനക്ക് കുറച്ച് നേരം നോയിനെ കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇതാ പെട്ടിയൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റാക്കിയിട്ട് കാറിൽ കയറ്റാണ്. പിന്നെ എയർപോർട്ടിലേക്ക് അനീസ്കിയും അനിയും വല്യപ്പയാണ് കേട്ടോ സെബിൻ്റെ കൂടെ പോണത്. നമ്മളാരും പോയിട്ടില്ലേനു. എനിക്കിങ്ങനെ വരുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ തിരിച്ചു പോകുമ്പം, അവയ്ക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും തിരിച്ചയക്കുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് നോക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്